നെന്മേനി കൃഷിഭവൻ്റെ ആഭിമുഖ്യത്തിൽ അന്താരാഷ്ട്ര ചെറുധാന്യ വർഷത്തിൻ്റെ ഭാഗമായി 65 ഏക്കറോളം ചെറുധാന്യങ്ങൾ ഇവിടെ കൃഷി ചെയ്യുകയും അവ കർഷകരിൽ നിന്ന് സ്വീകരിച്ച് ഭാവന കൃഷിക്കൂട്ടം മുഖേന പ്രോസസ്സിംഗ് ചെയ്ത് FPO വഴി നമ്മളിപ്പോൾ മാർക്കറ്റ് ചെയ്യുകയാണ്. മലയാളക്കരയുടെ സമൃദ്ധമായ മണ്ണിൽ വിഷരഹിതമായി കർഷകർ ഉൽപ്പാദിപ്പിച്ച പോഷകപ്രദമായ ചെറുധാന്യങ്ങൾ ഉൾപ്പെടെയുള്ള കാർഷിക ഉൽപ്പന്നങ്ങൾ ഇടനിലക്കാരില്ലാതെ നേരിട്ട് ഉപഭോക്താക്കളിലെത്തിക്കുന്ന കർഷകന്റെ കട. സംസ്ഥാന സർക്കാർ കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ് ദീർഘവീക്ഷണത്തോടെ നടപ്പിലാക്കിയ ഫാം പ്ലാൻ പദ്ധതി, പോഷക സമൃദ്ധി മിഷൻ തുടങ്ങിയ പദ്ധതികളിലൂടെയാണ് കർഷകരുടെ ഉൽപ്പന്നങ്ങൾ നേരിട്ട് സംഭരിച്ച് സംസ്കരിച്ച് വിപണിയിലെത്തിക്കണമെന്ന പൊതുസമൂഹത്തിന്റെ ആവശ്യം സാക്ഷാത്കരിച്ചത്. വയനാട് ജില്ലയിലെ ബത്തേരി പനമരം ബ്ലോക്കിലെ 10 കൃഷിഭവനുകളിലെ 100-ൽ പരം കർഷകരെ ഉൾപ്പെടുത്തി രൂപീകരിച്ച ഫാമേഴ്സ് ഫാം FPOയുടെ നൂതന സംരംഭമായ കർഷകന്റെ കട ഇത്തരത്തിലൊന്നാണ്. ബത്തേരി ബ്ലോക്കിലെയും പനമരം ബ്ലോക്കിലെയും 10 കൃഷിഭവനിലെ കർഷകരെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഫാം പ്ലാൻ പദ്ധതി പ്രകാരം 2023 മാർച്ച് മാസത്തിലാണ് FPO രൂപീകരിച്ചത്. നമ്മൾ തുടക്കത്തിൽ 100 മെമ്പർമാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ നമ്മളിപ്പോൾ 160-ലധികം മെമ്പർമാർ ഇപ്പോൾ നിലവിലുണ്ട്. 2023 നമ്മളിത് രജിസ്ട്രേഷൻ ചെയ്ത് പുതുക്കിയെങ്കിലും 2024 ജൂൺ 21 ഞങ്ങളിത് പിന്നെ ഒരു മാറ്റങ്ങളൊക്കെ വരുത്തി ബത്തേരി ഒരു റൂമെടുത്ത് കർഷകന്റെ കട എന്ന പേരിൽ ഒരു സ്ഥാപനം തുറന്നുകയും ഇപ്പോൾ ബത്തേരി വത്സന്റെ കട എന്ന ഒരു സ്ഥാപനം തുടങ്ങിയിട്ടുണ്ട്. അതിൽ മില്ലറ്റാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഇവിടെ വിൽപ്പന നടത്തിക്കൊണ്ടിരിക്കുന്നത്. ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഉൽപ്പന്നമായി തോന്നുന്നുണ്ട്. ഏറ്റവും കൂടുതൽ മില്ലറ്റാണ് നമുക്ക് തോന്നുന്നത്. ഇപ്പൊ നല്ല ലെവലിലാണ് ഇപ്പോൾ കർഷകന്റെ കട ബത്തേരിയുള്ള ഔട്ട്ലെറ്റ് നല്ല ലെവലിലാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിൽ നമ്മൾ സംഭരിക്കുന്നത് ഈ 10 കൃഷിഭവനിലെ കർഷകരിൽ നിന്നും വിഷരഹിത ഭക്ഷ്യ ഉൽപ്പന്നങ്ങളാണ് ഞങ്ങൾ സംഭരിക്കുന്നത്. അത് ഞങ്ങൾ നേരിട്ടല്ല, അത് ഓരോ കൃഷിഭവനിലെ ഏയോമാര് അവരുടെ കർഷകരുടെ വീടുകൾ സന്ദർശിച്ച് അവരുടെ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്ന കണ്ട് ബോധ്യപ്പെട്ടതിന് ശേഷം നല്ല വിഷരഹിത ഭക്ഷ്യ ഉൽപ്പന്നമാണ് എന്ന് ബോധ്യപ്പെട്ടതിന് ശേഷമാണ് ഞങ്ങൾ നമ്മളെ കടയിലേക്ക് ആ സാധനങ്ങൾ സംഭരിക്കുന്നത്. അപ്പൊ ഏറ്റവും നല്ല കർഷകന്റെ കടയിൽ ഏറ്റവും നല്ല ഭക്ഷ്യ ഉൽപ്പന്നമാണ് ഇപ്പോൾ നമ്മൾ വിൽപ്പന നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ 4 മാസത്തോളമായി ഇത് ഉദ്ഘാടനം കഴിഞ്ഞിട്ട് ഇപ്പോൾ നല്ലൊരു ആദ്യം ലേശം ഒരു ബുദ്ധിമുട്ട് വന്നെങ്കിലും ഇപ്പൊ നല്ല ലെവലിലാണ് ഇപ്പോൾ ഈ കട നടത്തിക്കൊണ്ട് പോകുന്നത്. ഇപ്പോൾ അധികം നഷ്ടമില്ലാണ്ട് അധികം ബുദ്ധിമുട്ടില്ലാണ്ടും ആണ് ഇപ്പോൾ നടത്തിക്കൊണ്ടത്. ഇപ്പൊ ഇതിന് മില്ലറ്റിന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ മില്ലറ്റ് നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം നെന്മേനി കൃഷിഭവനിൽ നിന്നാണ് കിട്ടിയത്. നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം മില്ലറ്റ് ഏറ്റവും കൂടുതൽ തന്നത് നെന്മേനി കൃഷിഭവനാണ്. നെന്മേനി കൃഷിഭവനും മീനങ്ങാടി കൃഷിഭവനിൽ നിന്നാണ് മില്ലറ്റ് നമ്മൾ സംഭരിച്ചത്. ഇപ്രാവശ്യം നമുക്ക് ഞാൻ മില്ലറ്റ് കഴിയുന്നതും മറ്റു സംസ്ഥാനങ്ങളിൽ പോവാണ്ട് നമ്മളെ കർഷകരിൽ നിന്ന് തന്നെ നല്ല സാധനങ്ങൾ സംഭരിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഇപ്പോൾ FPO. നെൽവയലുകളുടെ നാടായ നെന്മേനിയിലെ പുഞ്ചവയലുകളിലെ 65 ഏക്കറിലാണ് പോഷക സമൃദ്ധി മിഷന്റെ ഭാഗമായി ചെറുധാന്യ കൃഷി സാധ്യമാക്കിയത്. ഏകദേശം 850 ഏക്കറോളം നെൽകൃഷി വരുന്ന നെന്മേനി ഗ്രാമപഞ്ചായത്തിൽ 2 സീസണാണ് കൃഷിയുള്ളത്, നഞ്ചകൃഷിയും പുഞ്ചകൃഷിയും. പുഞ്ചകൃഷി സമയത്ത് നമുക്ക് വെള്ളത്തിൻ്റെ അപര്യാപ്തത മൂലം സാധാരണ ഒരു 12 ഹെക്ടറൊക്കെ മാത്രമാണ് നെൽകൃഷി ചെയ്യാറുള്ളത്. ഈ സാഹചര്യത്തിൽ പയറുവർഗ്ഗങ്ങൾ, പച്ചക്കറിയൊക്കെയാണ് നമ്മൾ സാധാരണ കൃഷി ഇറക്കാറുള്ളത്. എന്നാൽ സംസ്ഥാന സർക്കാരിൻ്റെ ചെറുധാന്യ പദ്ധതിയുടെ ഭാഗമായിട്ട് ഏകദേശം 65 ഏക്കറോളം ആദ്യഘട്ടത്തിൽ നമ്മൾ കഴിഞ്ഞ വർഷം 2023-24 ചെറുധാന്യങ്ങൾ കൃഷി ഇറക്കുകയുണ്ടായി.
അവ കർഷകരിൽ നിന്ന് സ്വരൂപിച്ച് ഭാവന കൃഷിക്കൂട്ടം മുഖേനയാണ് നമ്മൾ പ്രോസസ്സ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ പൂർണ്ണമായ മില്ലിംഗ് എല്ലാ കാര്യങ്ങളും ഭാവന കൃഷിക്കൂട്ടത്തിൻ്റെ നേതൃത്വത്തിലാണ് ചെയ്തിട്ടുള്ളത്. അത് FPO സുൽത്താൻ ബത്തേരി പനമരം ബ്ലോക്കിനെ അധിഷ്ഠിതമാക്കിയുള്ള ഫാം പ്ലാൻ പദ്ധതിയിലെ FPO മുഖേന സ്വരൂപിച്ച് വിപണിയിലേക്ക് എത്തിച്ചു കഴിഞ്ഞു. ആദ്യഘട്ടത്തിൽ കർഷകർക്കൊരു ആശങ്കയുണ്ടായിരുന്നു ഇതിൻ്റെ മാർക്കറ്റിംഗ് വിപണനത്തിനെ പറ്റി ആലോചിച്ച്. എന്നാൽ ഭാവന കൃഷിക്കൂട്ടം ഇത് സ്വരൂപിച്ച് കഴിഞ്ഞ് അവർക്ക് കൃത്യമായ വില ലഭിച്ചു കഴിഞ്ഞപ്പോൾ കർഷകർക്ക് അടുത്ത വർഷത്തേക്ക് കൂടുതൽ ഏരിയ വ്യാപിപ്പിക്കാനുള്ളൊരു താല്പര്യം നമുക്ക് കാണാൻ സാധിച്ചു. അതിൻ്റെ ഭാഗമായി 100 ഏക്കറോളം ഈ വർഷം നെന്മേനിയിൽ ചെറുധാന്യ കൃഷി ചെയ്യാൻ സാധിക്കുകയാണ്. കർഷകരുടെ ആശങ്ക പരിഹരിക്കുന്നതിനായാണ് സംസ്കരണത്തിനും സംഭരണത്തിനും ഭാവന കൃഷിക്കൂട്ടത്തിനെ കൃഷിഭവൻ ചുമതലപ്പെടുത്തിയത്. നെന്മേനി കൃഷിഭവൻ്റെ ആഭിമുഖ്യത്തിൽ അന്താരാഷ്ട്ര ചെറുധാന്യ വർഷത്തിൻ്റെ ഭാഗമായി 65 ഏക്കറോളം ചെറുധാന്യങ്ങളിവിടെ കൃഷി ചെയ്യുകയും അവ കർഷകരിൽ നിന്ന് സ്വീകരിച്ച് ഭാവന കൃഷിക്കൂട്ടം മുഖേന പ്രോസസ്സിംഗ് ചെയ്ത് FPO വഴി നമ്മളിപ്പോൾ മാർക്കറ്റ് ചെയ്യുകയാണ്. കൂടാതെ പോഷക സമൃദ്ധി മിഷൻ്റെ ഭാഗമായുള്ള പദ്ധതികളും കൂടി ഇതിനോട് ചേർന്ന് നമ്മൾ ഉറപ്പാക്കുന്നുണ്ട്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഉപയോഗിക്കാവുന്ന 82ഓളം പോഷക ഉൽപ്പന്നങ്ങളാണ് ഭാവന കൃഷിക്കൂട്ടം വഴി കർഷകന്റെ കടയിലേക്ക് എത്തുന്നത്. ഫാം പ്ലാൻ പദ്ധതിയുടെ ഭാഗമായി സുൽത്താൻ ബത്തേരി പനമരം ബ്ലോക്കിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് 10 കൃഷിഭവനെ യോജിപ്പിച്ച് ഒരു FPO രൂപീകരിക്കുകയുണ്ടായി. അത് മുഖേനയാണ് കർഷകരെ ഉൽപ്പന്നങ്ങളെല്ലാം തന്നെ ചെറുധാന്യങ്ങളും കൂടാതെ മറ്റുള്ള ഉൽപ്പന്നങ്ങളും സുഗന്ധവ്യഞ്ജനങ്ങൾ എല്ലാ ഉൽപ്പന്നങ്ങളും സ്വീകരിച്ച് മാർക്കറ്റ് ചെയ്യുന്നുണ്ട്. പോഷക സമൃദ്ധി മിഷൻ്റെ ഭാഗമായി അതിൻ്റെ പദ്ധതി വ്യാപകമാക്കാൻ വേണ്ടി ഈ വർഷം ഏകദേശം 100 ഏക്കറോളം ചെറുധാന്യ കൃഷിയിലേക്ക് നെന്മേനി ഗ്രാമപഞ്ചായത്ത് തയ്യാറെടുക്കുകയാണ്. ചെറുധാന്യങ്ങളുടെ കൃഷി വ്യാപിപ്പിച്ചതിനൊപ്പം ഫാമേഴ്സ് ഫാം FPOയിലൂടെ കർഷകരിൽ നിന്നും ന്യായവിലയ്ക്ക് ഉൽപ്പന്നം സംഭരിച്ചത് കൂടുതൽ പ്രദേശങ്ങളിലേക്ക് ചെറുധാന്യ കൃഷി വ്യാപിപ്പിക്കാൻ പ്രോത്സാഹനമേകി. പ്രധാനപ്പെട്ട ഉൽപ്പന്നങ്ങൾ ചാമ, തിന, മുത്താറി, ചോളം ഇവയുടെ അങ്ങനെയുള്ള ഗ്രെയിൻസ് കൂടാതെ പുട്ടുപൊടികൾ മറ്റുള്ള ഉൽപ്പന്നങ്ങളാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. കൂടാതെ പോഷക കിറ്റ്, കുട്ടികൾക്കുള്ള നവധാന്യ കിറ്റുകൾ എന്ന രീതിയിലേക്ക് അത് മാറിക്കൊണ്ടിരിക്കുകയാണ്. കൂടാതെ അച്ചാറുകൾ, മറ്റ് കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന ചക്ക ഉൽപ്പന്നങ്ങൾ, ജാം, ജെല്ലി, സ്ക്വാഷ് ഈ വക എല്ലാ ഉൽപ്പന്നങ്ങളും ഏകദേശം 82ഓളം ഉൽപ്പന്നങ്ങൾ FPO മുഖാന്തരം മാർക്കറ്റിലേക്ക് എത്തിക്കഴിഞ്ഞു. നാം നിലവിൽ നെന്മേനി ഗ്രാമപഞ്ചായത്തിലും കൂടാതെ മറ്റുള്ള കൃഷിഭവനുകളിൽ കേന്ദ്രീകരിച്ച് കൃഷി ഇറക്കിയ ചെറുധാന്യങ്ങളൊക്കെ തന്നെ ഭാവന കൃഷിക്കൂട്ടം മുഖേന സ്വരൂപിച്ച് ചെറുധാന്യങ്ങൾ മാർക്കറ്റിലേക്ക് എത്തിച്ചു കഴിഞ്ഞു. കർഷകർക്ക് നിലവിൽ കിലോയ്ക്ക് 40 മുതൽ 45 രൂപ ആണ് നിലവിൽ എടുക്കുന്ന വില. 70 രൂപ 75 രൂപയ്ക്ക് നമുക്കത് മാർക്കറ്റിലേക്ക് വിൽക്കാൻ സാധിക്കുന്നുണ്ട്. നിലവിൽ അങ്ങനെ ഹോൾ ഗ്രെയിൻ ആയിട്ട് കൊടുക്കുന്നുണ്ട്. കൂടാതെ ദോശയ്ക്കുള്ള പൊടി, ഡയബറ്റിക് പേഷ്യൻസിന് ആവശ്യമായിട്ടുള്ള പോഷക കിറ്റ്, പിന്നെ പുട്ടുപൊടികൾ, കൂടാതെ മുത്താറി കൊണ്ടുള്ള ന്യൂഡിൽസ്, വെർമിസെല്ലി ഇനങ്ങളും മാർക്കറ്റിലേക്ക് എത്തിയിട്ടുണ്ട്. കൂടാതെ മുത്താറി അവിലുകളും ലഭ്യമാണ്. തൊണ്ടുള്ളതും തൊണ്ട് ഒഴിവാക്കിയിട്ടുള്ള അവിലുകളും ലഭ്യമാണ്. ഭാവന കൃഷിക്കൂട്ടത്തിലെ അംഗങ്ങൾക്ക് ഫാം പ്ലാൻ പദ്ധതി, വെഞ്ചർ ക്യാപിറ്റൽ ഫണ്ട്, വ്യവസായ വകുപ്പ് പദ്ധതികൾ മുഖേന ഉപകരണങ്ങൾ വാങ്ങുന്നതിനും KVK, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാക്കേജിംഗ് എന്നീ സ്ഥാപനങ്ങൾ മുഖേന സംസ്കരണത്തിലും പാക്കേജിംഗിലും പരിശീലനവും നൽകുകയുണ്ടായി. വെർമിസെല്ലി ഭാവന കൃഷിക്കൂട്ടം ഗ്രൂപ്പിന് അവർക്ക് ട്രെയിനിങ് ലഭിച്ചിട്ടുണ്ടായിരുന്നു. അവർക്ക് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ ട്രെയിനിങ് KVK മുഖേനയൊക്കെ ലഭിച്ചിട്ടുണ്ടായിരുന്നു. അത് മുഖേനയാണ് അവരത് ചെയ്തു തുടങ്ങിയത്. കൂടാതെ പാക്കേജിങ്ങിൻ്റെ ട്രെയിനിങ് നമ്മൾ കൃഷി വകുപ്പ് വഴി ഇന്ത്യൻ പാക്കേജ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ മുംബൈ കേന്ദ്രീകരിച്ചുള്ള അവരുടെ ട്രെയിനിങ് നമുക്ക് ലഭിച്ചിരുന്നു. അതുവഴിയാണ് അവർ പാക്കിങ്ങിലേക്ക് കടന്നിട്ടുള്ളത്. ഇന്ന് വയനാട് ജില്ലയിൽ നിന്നുള്ളവർ മാത്രമല്ല, അയൽ ജില്ലകളിലും സംസ്ഥാനങ്ങളിലുമുള്ളവർ പോലും മികച്ച ഉൽപ്പന്നങ്ങൾ തേടി വീണ്ടും വീണ്ടും കർഷകന്റെ കടയിലേക്ക് എത്തുന്നു എന്നത് തന്നെയാണ് ഇതിന്റെ പ്രവർത്തന വിജയം. കൂടുതൽ ദിശാബോധത്തോടെയുള്ള പ്രവർത്തനങ്ങളിലൂടെ കൃഷിവകുപ്പ് കർഷകരുടെയും പൊതുജനങ്ങളുടെയും ഹൃദയങ്ങളിൽ ഇടം നേടുന്നു എന്നതിന്റെ നേർ സാക്ഷ്യപത്രം. കർഷകന്റെ കടയിൽ നിന്നും ഉൽപ്പന്നങ്ങൾ കൊറിയർ മുഖേനയും നിങ്ങൾക്ക് ലഭ്യമാക്കും. കൂടുതൽ വിവരങ്ങൾക്ക് 7902901980.